എൻ്റെ പേര് രാജേഷ് എന്നാണ്. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഒല്ലൂരിനടുത്തുള്ള താലൂർ എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ ഇടവക ദേവാലയം എന്ന് പറയുന്നത് ഉണ്ണിമിശിക ഇടവക ദേവാലയമാണ്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2022 സെപ്റ്റംബർ 28 അപ്പോൾ ഞാൻ ഇവിടെ വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ടും അതുപോലെ എൻ്റെ വീട് പണി ആയി ബന്ധപ്പെട്ടും അതുപോലെ കടബാധ്യത അതുണ്ടായിരുന്നു, അത് കുറേ ഒന്ന് മാറി കിട്ടുന്നതൊക്കെ ആയിട്ടാണ്. അതുപോലെ എൻ്റെ ഇടവക ദേവാലയം 14 വർഷമായി മുടങ്ങി കിടന്നിരുന്ന ഇടവക ദേവാലയത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ആ ഒരു നിയോഗവും, അതുപോലെ എൻ്റെ മോൻ ഈ കൊല്ലം 10ാം ക്ലാസ് പാസ്സായതാണ്. അവന് ഒരു തുടർ വിദ്യാഭ്യാസം ലഭിക്കാത്തക്ക രീതിയിലുള്ളൊരു മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾക്കാണ് ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചത്. 2022 സെപ്റ്റംബർ 28 ഇവിടെ വരുമ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് കിട്ടിയ എൻ്റെ ജോലി സാധ്യത എന്ന് പറയുന്നത് ആരോഗ്യ വകുപ്പിൽ ഞാനൊരു ജീവനക്കാരാണ്. PTC ആയിട്ടാണ് തുടങ്ങുമെങ്കിലും 2022 ഓഗസ്റ്റിൽ എൻ്റെ സ്ഥലമാറ്റവുമായി സ്ഥലം മാറി പുതിയ പ്രൊമോഷനായി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ വരുമ്പോഴാണ് എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്, അതുപോലെ പോസ്റ്റ്മോർട്ടം ജോലിയുണ്ട്, ഇതൊക്കെ ചെയ്യണം. ഇതിനൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ഒരു അംഗവൈകല്യം ബാധിച്ചൊരു ആളാണ്. എനിക്ക് ഒരു കാലുമൊരു എന്താ പറയുക, ഉറക്കമൊക്കെ ഇളയ്ക്കുമ്പോൾ ഒരു വേദന വരും. അത് വന്നു കഴിഞ്ഞാൽ എനിക്ക് നടക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ജോലിക്ക് കയറിയത്. അപ്പോൾ നമ്മൾ PTC ആയിരിക്കുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മാറി നമ്മൾ പുതുക്കാട് വന്നപ്പോൾ നൈറ്റ് ഷിഫ്റ്റിൽ ആദ്യം കയറി. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ വലിയ കുഴപ്പമുണ്ടായില്ല. അതിനോടനുബന്ധിച്ച് അതുപോലെ ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കുളിയൊക്കെ ഉണ്ട് പച്ചവെള്ളത്തിൽ. ഞാൻ പച്ചവെള്ളത്തിൽ കുളിക്കാറില്ല, ചൂടുവെള്ളത്തിൽ മാത്രമേ കുളിക്കുള്ളൂ. പച്ചവെള്ളം വീണ് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഈ നീർക്കെട്ട് പിടിക്കും. നീർക്കെട്ടെന്ന് ഞാൻ പറയാം തന്നെ. ഇത് എന്തുകൊണ്ട് വരണോ എങ്ങനെ വരണമെന്നും എനിക്ക് ആദ്യം ഒന്നും അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഈ നീർക്കെട്ട് മൂലം എനിക്ക് വളരെ ബുദ്ധിമുട്ടായി തുടങ്ങി ജോലിയിൽ പോകാൻ. ജോലിക്ക് നമുക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. ഏറ്റവും ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ജോലി ഇലക്ട്രീഷ്യൻ പണിയായിരുന്നു. ആദ്യം നിന്നാണ് ഞാൻ ഈ ജോലിക്ക് കിടന്ന് പറയാം. ഇലക്ട്രീഷ്യൻ പണി എൻ്റെ സ്വന്തം പണിയായിരുന്നു. അപ്പോൾ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ലീവ് എടുക്കാം, ആരോടും ചോദിക്കേണ്ട. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് നമുക്ക് നിശ്ചിത ലീവുണ്ട്. ആ ലീവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലീവ് കിട്ടാൻ പ്രയാസമാണ്. അതുപോലെ പ്രൊഫഷൻ പീരീഡാണ്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളെ പറഞ്ഞേക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചില സമയത്തൊക്കെ നമുക്ക് വേദനകൾ വരുമ്പോൾ നമ്മൾ ശമ്പളമില്ലാത്ത അവധികൾ എടുക്കും. 1 മാസത്തേക്ക് ശമ്പളം ഇല്ല, നമ്മൾ അവധി ചോദിക്കണം. അതൊക്കെ നമുക്ക് പിന്നീട് നമ്മുടെ തുടർന്നുള്ള ചിലപ്പോൾ ഇതിനൊക്കെ ബുദ്ധിമുട്ട് വരും. പ്രൊമോഷനൊക്കെ ചിലപ്പോൾ ബാധിക്കായിരിക്കും. എങ്കിലും എനിക്ക് തീരെ പറ്റാണ്ടാവുമ്പോൾ ഞാൻ എടുക്കും. അങ്ങനെ 2 തവണയാണ് ഞാൻ ശമ്പളമില്ലാത്ത അവധി എടുക്കുന്നത്. ശമ്പളമില്ലാത്ത അവധി എടുത്തിട്ടും നമുക്ക് കാര്യം, നമ്മുടെ വീട് മുന്നോട്ട് പോകണ്ടേ. അപ്പോൾ എനിക്ക് എന്ത് തന്നെ ആയാലും ശരി, ഞാൻ എൻ്റെ കൊച്ചു കപ്പകളിൽ ചെന്നിട്ട് എൻ്റെ മാതാവിനോട് പറയണം, എനിക്ക് ഈ ജോലി എങ്ങനെയും മാറ്റിത്തരണം, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു എത്തുമ്പോഴത്തിലാണ്. അപ്പോൾ മാതാവാണ്, നീ കൃപാസനത്തേക്ക് പോകും, അവിടെ ചെന്ന് നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ കൃപാസനത്തേക്ക് വരുന്നത്. ഇവിടെ വന്നപ്പോൾ ആദ്യം ഉടമ്പടി എടുക്കാനായിട്ട് തുടക്കത്തിൽ നമുക്കൊരു ക്ലാസ് ഉണ്ട് അച്ഛൻ്റെ. ആ ക്ലാസ്സിൽ നമ്മളിരുന്നപ്പോൾ അച്ഛൻ അന്ന് പറയുന്നത് എങ്ങനെയാ വെച്ചാൽ, ഉടമ്പടി എടുക്കുന്ന ആൾക്കാർക്ക് ചെറിയൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്. പുലർച്ചെ 5:30 നമുക്ക് പ്രഭാത പ്രാർത്ഥന ചെല്ലണം. അത് കഴിഞ്ഞിട്ട് അന്ന് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമുക്ക് വൈകിട്ട് സായന ഉടമ്പടി പ്രാർത്ഥനയും ചെല്ലണം. പക്ഷേ ഇതൊക്കെ ചില സമയങ്ങളിൽ ഞാൻ ജോലിക്ക് ആകുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ജോലി സ്ഥലത്ത് ഇത് ചെയ്യാൻ എന്നെ ഒന്നും പറ്റില്ല. അപ്പോൾ ഞാൻ അന്ന് ഉടമ്പടി എടുക്കാണ്ട് എൻ്റെ ഭാര്യയുടെ പേര് റീന എന്നാണ്, റീനോട് എടുപ്പിച്ചു. അങ്ങനെ ഉടമ്പടി എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച് തിരിച്ചു പോയി. ആദ്യത്തെ ഒരു 90 ദിവസം 3 മാസം ഒന്നും തന്നെ സംഭവിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വീട് പണി ഇപ്പോൾ ഗവൺമെൻറ് ജോലി കിട്ടിയതാണ്. അപ്പോൾ വീട് പണിയൊക്കെ ആരംഭിക്കാം അതിനുള്ള ചർച്ചയൊക്കെ വന്നെങ്കിലും ഞാനിങ്ങനെ പിന്നോക്കം നിൽക്കണം. കാരണം ഈ ജോലി ചിലപ്പോൾ ഞാൻ കളയും, കാരണം എനിക്കിത് സ്ഥലമാറ്റം കിട്ടിയില്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ ഒരു സായന പ്രാർത്ഥനയിൽ ഉടമ്പടി പ്രാർത്ഥനയിൽ പ്രഭാത പ്രാർത്ഥനയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു വരുമ്പോൾ ഗഗായി 2:7 വചനം തന്നിട്ട് കർത്താവ് പറയണം, നീ വീട് പണി ആരംഭിക്കണം. അത് ഇത്രയേ ഉള്ളൂ. ഞാൻ ജനതകളെ കുലുക്കും,
എല്ലാ ജനതകളെയും അമൂല്യനിധികൾ എൻ്റെ അരികിൽ വരും. ഈ ആലയം ഞാൻ മഹത്വപൂർണ്ണമാക്കും. സ്വർണം എൻ്റേതാണ്, വെള്ളി എൻ്റേതാണ് എന്ന് പറഞ്ഞു സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ ആ വചനം കിട്ടിയ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു, എന്തായാലും നമുക്ക് വീട് പണിക്ക് കുറ്റി അടിക്കാം. കുറ്റി അടിച്ചിട്ട് നമുക്ക് തറപ്പണിയുടെ കാര്യങ്ങൾ നോക്കാം, അങ്ങനെ ചെയ്യാം. ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ തറ കെട്ടിയാലും കിടക്കട്ടെ എന്ന് കരുതി. അങ്ങനെ ഞാൻ DMO ഓഫീസിലൊക്കെ കയറി എനിക്കിങ്ങനെ സ്ഥലം മാറ്റം കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ പഴയ പണി PTCയിലേക്ക് ഇങ്ങനെ തിരിച്ചു വിടാൻ പറ്റുമോ, അതായാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അവരോട് നമ്മൾ പറഞ്ഞ് യൂണിയൻ മെമ്പേഴ്സാണ് നമ്മൾ അവരോടൊക്കെ പറഞ്ഞ് അങ്ങനെ പോരും. പക്ഷേ പിന്നീട് ഇതിനൊരു മൂവ്മെൻ്റ് ഇല്ല. 90 ദിവസത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങളിവിടെ വന്ന് പുതുക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ആദ്യം ഇവിടെ കുർബാനയ്ക്ക് വേണ്ടി നമ്മൾ നേരത്തെ വന്നു. ഇവിടെ ഒരു 7 മണിക്കൊക്കെ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ച് നാളെ അതിനെത്താൻ വേണ്ടി നമ്മൾ നേരത്തെ ഞാൻ ബൈക്കിന്മേയാണ് എൻ്റെ ഭാര്യനെ കൂട്ടി വന്നത്. ഇവിടെ വന്നു കുർബാനയുടെ ഇടയിൽ അച്ഛൻ പറയണം, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ടൈം ഷോർട്ടണിങ് ആണ്. നമ്മൾ ഉടമ്പടി എടുത്ത് ശരിയായി പ്രവർത്തിക്കുന്നവർക്ക് വളരെ ചുരുക്ക സമയത്തിനുള്ളിൽ തന്നെ അവർക്കുള്ള മറുപടി ദൈവം നൽകിയിരിക്കും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു, എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും സാക്ഷ്യം പറയേണ്ടി വരില്ല, 90 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നടന്നു കിട്ടിയില്ല. എങ്കിലും നമ്മൾ നിരാശനായില്ല, നമ്മൾ പുതുക്കി. ഈ പ്രാവശ്യം പുതുക്കിയപ്പോൾ എന്ത് ചെയ്തു, ഞാൻ തന്നെ ഇങ്ങനെ പുതുക്കിയത്. കാരണം അതിനൊരു വിശദീകരണം കിട്ടി. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ വീട്ടിൽ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ ആത്മീയമായി പങ്കെടുത്താൽ മതി എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇല്ലാത്ത ദിവസങ്ങൾ ഭാര്യ ചെല്ലും, ബാക്കിയുള്ള ആ ദിവസങ്ങൾ നൈറ്റ് ഷിഫ്റ്റുള്ള ദിവസങ്ങൾ ഞാൻ ആത്മീയമായി ഞാൻ പങ്കെടുത്തു. അപ്പോൾ ഈ നൈറ്റ് ഷിഫ്റ്റുകളൊക്കെ ഇരിക്കുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്താൽ ഈ ഇവിടുത്തെ സാക്ഷ്യങ്ങളും അതുപോലെ അച്ഛൻ്റെ ക്ലാസ്സൊക്കെ അവിടെ നിന്ന് കേൾക്കുക. ഞങ്ങൾക്ക് ഉറങ്ങാനുള്ള ടൈം 10 തൊട്ട് 2 വരെയാണ്, ഒരു 4 മണിക്കൂർ. ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ സമയത്തൊന്നും ഉറങ്ങില്ല, 10-12 മണിയായിട്ട് ഉറങ്ങുന്ന ആളാണ് ഞാൻ. അപ്പോൾ 2 മണിക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉറങ്ങാണ്ട് ഇതിങ്ങനെ കേട്ടിരിക്കും. അങ്ങനെയാണ് ഞാൻ സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ അച്ഛൻ്റെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുക. എനിക്ക് വീട്ടിൽ അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടില്ല, ജോലിക്ക് പോകണവരോട് പറ്റില്ല. അപ്പോൾ ഞാൻ ആ ദിവസങ്ങളിലൊക്കെ അങ്ങനെയാണ് അറ്റൻഡ് ചെയ്തിരുന്നത്. രണ്ടാമത്തെ 90 ദിവസവും കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ തറ കെട്ടി അങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോൺ എടുക്കാനുള്ള അപേക്ഷകൾ പൂർത്തിയാക്കി അത് അപേക്ഷിച്ചു. ലോൺ കിട്ടിയാൽ അവിടെ കിടന്നോട്ടെ, നമുക്ക് വാങ്ങാണ്ടിരുന്ന കുഴപ്പമില്ലല്ലോ, പാസ്സായി കിടന്നോട്ടെ എന്ന രീതിയിൽ ആ രീതിയിൽ നമ്മൾ അപേക്ഷയൊക്കെ വെച്ചു. വീണ്ടും വന്നു, നമ്മൾ പുതുക്കി. ഈ പ്രാവശ്യം ഞാൻ തന്നെ പുതുക്കി. വീണ്ടും ഞാൻ തിരിച്ചു പോയി സെപ്റ്റംബർ, അതായത് 2023 ജൂൺ 7-ാം തീയതി വിളിച്ചിട്ട് ബാങ്കിലത്തെ ആൾ വിളിച്ച് പറയണം ലോൺ പാസ്സായിട്ടുണ്ട്, ഇനി ലോണായി 7 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ലോൺ എടുത്തത്. 7 ലക്ഷം രൂപ നമ്മുടെ വീട് പണി പൂർത്തിയാവില്ല. അപ്പോൾ ഒരു കൂറി ചേർന്നിട്ടുണ്ടായിരുന്നു, ഒരു 5 ലക്ഷത്തിൻ്റെ കൂറിയും കൂടി നമ്മൾ ചേർന്നപ്പോൾ അത് വിളിച്ചാൽ ഒരു 3.5 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ എഴുതുമ്പോൾ ഒരു 10-10.5 ലക്ഷം രൂപ കുറച്ച് കാശ് നമ്മുടെ നിന്നും കൂടി വീട് പണി പൂർത്തിയാക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ കണക്കൂട്ടിയിരിക്കുന്നത്. അങ്ങനെ ലോൺ പാസ്സായെങ്കിലും വാങ്ങാൻ ഞാൻ ഇപ്പോൾ തയ്യാറായില്ല, നോക്കട്ടെ ഇതെന്താവും നോക്കട്ടെ എന്ന് പറഞ്ഞ് നിന്ന് ജൂൺ 7-ാം തീയതി പാസ്സായതിൻ്റെ പിറ്റേ ദിവസം ജൂൺ 8-ാം തീയതി എനിക്ക് സ്ഥലമാറ്റം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങി. അപ്പോൾ ഉത്തരവ് ഇറങ്ങിയത് ഞാൻ അറിഞ്ഞിരുന്നില്ല, സ്ഥലം മാറ്റം. അപ്പോൾ ഈ സ്ഥലം മാറ്റത്തിന് മുമ്പ് നമ്മൾ മെൻ്റലി ഹാരാസിങ് എന്നൊരു പരിപാടിയുണ്ട്. അതായത് ഒരു സ്ഥലം മാറ്റം നമുക്ക് വെറുതെ അങ്ങോട്ട് തരില്ല, നമ്മൾ അവർ അധ്വാനിച്ച് നേടിയതായുള്ള രീതിയിൽ നമുക്ക് തരുള്ളൂ. അപ്പോൾ നമ്മളെ DMOയ്ക്ക് വിളിപ്പിച്ചു. ഡെപ്യൂട്ടി DMOയും വേറെ 2 പേരും കൂടി എന്നോട് ചോദിക്കുകയാണ്, നീ കൃത്യമായിട്ട് ജോലിക്ക് ഹാജരാവണില്ല, അതുപോലെ കൃത്യമായിട്ട് ജോലി ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കൃത്യമായിട്ട് തന്നെ ജോലിക്ക് കയറുന്നുണ്ട്, നിങ്ങൾ വന്ന് പരിശോധിച്ചോ, നിങ്ങൾക്ക് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, എനിക്ക് വേണ്ടിയും പറയാൻ അവിടെ ആൾക്കാരുണ്ടാവും. അതേപോലെ തന്നെ മാതാവ് എനിക്ക് വേണ്ടി പറയാൻ ഒരാളെ ഒരുക്കിയിരുന്നു. അവിടെ നിന്ന് മാറിപ്പോയ ഒരു ഹെഡ് സൂപ്രണ്ടായി പ്രൊമോഷൻ കിട്ടിപ്പോയ ഒരു ഹെഡ് എനിക്ക് വേണ്ടി അവിടുന്ന് ഫോണിൽ, തിരുവനന്തപുരത്താണ് ആൾ മാറിപ്പോയത്, അവിടുന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞത് പറയണേ, അവൻ ചെയ്യണ പോലെ ഒരാൾ അവിടെ ജോലി ചെയ്യണമായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കൊരു സപ്പോർട്ടിൻ്റെ ആളായി. അതുപോലെ തന്നെ ഉണ്ടായിരുന്ന നേഴ്സിംഗ് സൂപ്രണ്ട് മാറിയ ഒഴിവിലേക്ക് പുതിയൊരു സൂപ്രണ്ട് ചാർജ് എടുത്തു. ആ നാട്ടുകാരി ഇങ്ങനെ പുതുക്കാട് നാട്ടുകാരി ഇങ്ങനെ ബീന സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട്, ആ ബീന മേഡമാണ് പിന്നെ എനിക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ടുകൾ ചെയ്തു. ഞാൻ
ചെയ്യുന്ന പ്രയാസങ്ങൾ കണ്ടിട്ടും ജോലി ചെയ്യാൻ കാണുന്ന ബുദ്ധിമുട്ടും കണ്ടിട്ടും അവർ തന്നെ എനിക്ക് വിളിച്ച് പറയണുണ്ട് DMLക്ക് അവൻ്റെ ആ ഒരു കാലുവേദന അത് ജനുവിൻ തന്നെയൊക്കെയാണ്, അത് ശരിക്കുള്ള കാര്യം തന്നെയൊക്കെയാണ്. അതുകൊണ്ട് അവർ സ്ഥലമാറ്റം ലഭിക്കണമെന്ന് അവർ തന്നെ നമുക്ക് വിളിച്ച് പറയണം. അപ്പോൾ ആ ഒരു സപ്പോർട്ടും നമുക്ക് ദൈവത്തിൻ്റെ ഇടപെടൽ മൂലം കിട്ടുകയാണ്. അതുപോലെ നമ്മൾ വാക്കാൽ ഇവരോട് പറഞ്ഞുള്ളൂ, രേഖാമൂലം നമ്മൾ വെറുതെ ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുത്ത അപേക്ഷയാണ്. ഇനി ഇത് ഒഫീഷ്യലായിട്ട് ഞാൻ ശരിക്ക് വയ്ക്കുകയാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് എനിക്ക് ഈ കാലുവേദന വരുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി ഒരു ന്യൂറോ സർജനെ കണ്ട് അഡ്മിറ്റായി. ആൾ ചില ടെസ്റ്റുകൾ നടത്തി MRI സ്കാൻ എടുത്തിട്ട് എന്നോട് പറഞ്ഞു, ഡിസ്ക് ബൾജ് മൂലമാണ് നിനക്ക് ഇത് വരണം, ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് വരണം, ഇത് ഒരിക്കലും മരുന്നുകൊണ്ട് മാറില്ല, ഓപ്പറേഷൻ മാത്രമേ നടക്കൂ, ഓപ്പറേഷൻ ശരിയായിട്ട് റെഡിയായിട്ട് നീ വരണം എന്നോട് പറഞ്ഞ് തിരിച്ചയച്ചു. പക്ഷേ ഞാൻ ഓപ്പറേഷന് ഞാൻ പോയില്ല. പകരം ഞാൻ എന്ത് ചെയ്തു, ഈ രേഖകളൊക്കെ വെച്ച് ഞാൻ വീണ്ടും DMLക്ക് അപേക്ഷ വെച്ചു. അപേക്ഷ വെച്ചപ്പോൾ ഇത് ഒഫീഷ്യലായി. എന്തുകൊണ്ടാണ് ഞാൻ ഇത് സ്ഥലം മാറ്റം വാങ്ങണേ എന്നുള്ള രേഖാമൂലം അപേക്ഷ വെച്ചപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഈ അപേക്ഷ അവർ സ്വീകരിച്ച് അതായത് 2023 ജൂൺ 7-ാം തീയതി അല്ല ജൂൺ 8-ാം തീയതി എനിക്ക് ഉള്ള സ്ഥലമാറ്റ ഉത്തരവ് തരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം അതായത് ജൂൺ 9-ാം തീയതിയാണ് ഞങ്ങൾ വീടിൻ്റെ കട്ടളവെപ്പ് വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ തലേദിവസം ഉത്തരവ് ഇറങ്ങുമ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ ലീവ് സാങ്ഷൻ ചെയ്ത് ഞാൻ 9-ാം തീയതി വരില്ല എന്ന് പറഞ്ഞിട്ട് പോയിരുന്നത്. അങ്ങനെ 9-ാം തീയതി കട്ടളവെപ്പ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ബീന മേഡം എന്നെ വിളിച്ച് പറഞ്ഞു, നീ ഇന്ന് തന്നെ വരണം, നിൻ്റെ റിലീവ് കോഡ് ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്, നീ ഇന്ന് തന്നെ കൈപ്പറ്റി ഇന്ന് തന്നെ പോയി പുതിയ സ്ഥലത്ത് ജോയിൻ ചെയ്യണം. അങ്ങനെ ഞാൻ ലീവ് ക്യാൻസൽ ചെയ്ത് എൻ്റെ റിലീവ് ഓർഡർ വാങ്ങി. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് എന്ന് ഞാൻ ഇതിപ്പോൾ 7 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് പുതുക്കാട്ടേക്ക്. 3 കിലോമീറ്റർ അടുത്ത് മാത്രമുള്ള വല്ലച്ചിറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഞാൻ അറ്റൻഡർ ഗ്രേഡ് 2 ആയിട്ട് വീണ്ടും ഞാൻ ജോലിയിൽ പ്രവേശിക്കുകയാണ്. ആദ്യത്തെ എൻ്റെ നിയോഗം സാധിച്ചത് എങ്ങനെയാണ്, ഞാൻ ഈ പറയണ പോലെയുള്ളൊരു എളുപ്പമുള്ള ഒരു കാര്യമല്ലായിരുന്നു ഇത്. ഈ 240 ദിവസത്തിൻ്റെ ഇടയിൽ ഞാൻ എപ്പോൾ വേണമെങ്കിലും ജോലി വലിച്ചെറിയാം, ആ രീതിയിലായിരുന്നു. കാരണം ദൈവം തന്ന ജോലിയാണ്, ഞാൻ ഇലക്ട്രീഷ്യൻ ജോലിയാണ് ചെയ്തിരുന്നത്. അതിൽ ഞാനൊന്നും അതിലൊരു പച്ച പിടിക്കില്ല എന്ന് തമ്പുരാൻ തോന്നി എന്നെ ദൈവം പറിച്ചെടുത്തിട്ടാണ് ഈ ജോലിക്ക് എന്നെ മാറ്റിയത്. കാരണം ആ ജോലിയിൽ ഞാൻ ആപ്റ്റല്ല എന്ന് തമ്പുരാനെ തോന്നിയ കാരണം കൊണ്ട് ആ ജോലിയിൽ നിന്ന് തന്നെ പറിച്ചെടുത്തിട്ടാണ് ഈ പുതിയൊരു ജോലിയിലേക്ക് എന്നെ മാറ്റിയത്. ആ ജോലി ഞാൻ കളയുകയാണ് എന്ന് തമ്പുരാനോട് പറയും കൂടി ചെയ്തു. എനിക്ക് മനസ്സിലായി ദൈവം തന്ന വഴികൾ എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് എന്നോട് ശാരീരികപരമായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. അത് ദൈവത്തിന് എന്നെക്കാളധികം ദൈവത്തിന് അറിയാം. ഈ ആശുപത്രി തൊട്ടപ്പുറത്ത് സ്കൂളാണ്, സെൻറ്റ് ആനീസ് സ്കൂൾ എന്ന് പറയും പുതുക്കാട്. അതിൻ്റെ മുമ്പിലൊരു തിരുഹൃദയ രൂപമുണ്ട്, കൈ ഇങ്ങനെ വിരിച്ച് നിൽക്കുന്ന ഒരു രൂപം. എല്ലാ ദിവസവും ഞാൻ അവിടെ പോയി കർത്താവിനോട് പറയും, കർത്താവേ എൻ്റെ കാര്യത്തിൽ നീ ഇടപെട്ടില്ലെങ്കിൽ തീർച്ചയായും ഞാൻ അത് കളയും. പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം എൻ്റെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ടാണ്. എന്നാലും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഓരോ ദിവസം ഓരോ മിനിറ്റ് ഞാൻ എണ്ണിയിരുന്നു എൻ്റെ സ്ഥലം മാറ്റം എപ്പോൾ കിട്ടുന്നു. ഓരോ പ്രാവശ്യം ഞാൻ തമ്പുരാനോട് പറയുന്നു, ഓരോ മിനിറ്റ് ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് നിൻ്റെ ഇടപെടലായിട്ട്. അങ്ങനെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മാതാവിനെ ഞാൻ കൊന്തെത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാതാവിനോട് പറഞ്ഞു, എനിക്ക് ഈ കാര്യത്തിൽ നീ ഇടപെടാണ്ട് പറ്റില്ല. കാരണം ഞാൻ എന്തൊക്കെ പ്രാർത്ഥിക്കണ്ടോ അതൊക്കെ മാതാവിന് വിമല ഹൃദയം വഴിയായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കണേ. അതുകൊണ്ട് നീ ഇടപെട്ടേ പറ്റൂ, എനിക്കല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല, എനിക്ക് വേണ്ടി ഇടപെടാൻ വേറെ ആരുമില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് നമ്മൾ ഒറ്റയ്ക്ക് എടുക്കണം. ആ തീരുമാനത്തിന് ഒപ്പം നിൽക്കാനായിട്ട് നമ്മുടെ കൂടെ ദൈവം മാത്രമേ ഉള്ളൂ. വേറെ ഒരാളും ജീവിത പങ്കാളിയോ അപ്പനോ അമ്മയോ ആരും നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ എന്ന് പറയുന്നത് ദൈവം മാത്രമാണ്. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ്. ദൈവത്തോട് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഞാൻ ഒരു സുഹൃത്ത് എന്ന രീതിയിൽ ചിലപ്പോൾ തമ്പുരാനോട് സംസാരിക്കും. എൻ്റെ വിഷമങ്ങൾ എനിക്ക് പറയാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം അതാണ്. ചില നേരത്ത് ദൈവമായിട്ട് കണ്ടു പറയും. കാരണം നിനക്ക് അസാധ്യമായിട്ട് ഒന്നും തന്നെയില്ല, നീ വിചാരിച്ച നിമിഷമെല്ലാം നടക്കും. അങ്ങനെ പറഞ്ഞ് ഞാൻ എല്ലാ കാര്യങ്ങളും ഈ സ്ഥലമാറ്റം ഓരോ മിനിറ്റും നമ്മൾ ഈ പറയണ പോലെയല്ല അതനുഭവിക്കുമ്പോൾ ഭയങ്കര ടോർച്ചറിങ്ങാണ് ശരിക്കും ഓരോ നിമിഷം. അതിൻ്റെ ഇടയിൽ ചിലവർ പറയും നിനക്കൊന്നും സ്ഥലം മാറ്റം കിട്ടാൻ പോലില്ല, നീക്ക് ഇവിടെ നിൽക്കുള്ളൂ. ഞാൻ അവരോട് പറയും, നിങ്ങൾ കണ്ടോ ഞാൻ സ്ഥലം മാറി പോകുന്നത്, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഇടപെടണം, നിങ്ങൾ കണ്ടോ എന്ന് പറയും ഞാൻ ചില നേരത്ത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിലാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മൾ റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31-33 വചനങ്ങൾ, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും? ദൈവം കുറ്റം ആരോപിക്കാത്തവരുമേൽ ആരും കുറ്റം ആരോപിക്കും. ഇതൊക്കെ നമ്മൾ ശരിക്കും
നമ്മുടെ ലൈഫിൽ നമ്മൾ ശരിക്കും കണ്ടറിയാണ്. DM ഓഫീസിൽ എന്നിട്ട് അവർ നമ്മളോട് ചോദിക്കുമ്പോൾ ഈ പ്രൊഫഷൻ പീരീഡിൽ ഞാനിങ്ങനെ കാണിക്കുന്ന ഈ കാട്ടായം കണ്ടവർക്ക് നിഷ്പ്രയാസം എൻ്റെ അടുത്ത് പുറത്തേക്ക് ആരും ചോദിക്കാനില്ല. കാരണം പ്രൊഫഷൻ പീരീഡ് ഞാൻ ആപ്റ്റല്ല എന്ന് തോന്നി അവർക്ക് കളയാം. പക്ഷേ അവിടെ ദൈവം നമ്മുടെ കൂടെ നിൽക്കണം. കാരണം എന്താ, ദൈവം കൂടെ നിൽക്കണമെങ്കിൽ ഒരാൾ നമുക്ക് എതിരെ നിൽക്കില്ല, ഒരാളും കുറ്റം ആരോപിക്കില്ല. അവിടെ വേറെ ആൾക്കാരെ ദൈവം കൊണ്ടു നിർത്തും. അതാണ് ആ സിസ്റ്റർ വന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ആ സ്ഥലം മാറ്റം കഴിഞ്ഞ് എൻ്റെ അടുത്തത് വീട് പണിയാണ്. ഈ വീട് പണിയും സ്ഥലം മാറ്റവും ഒക്കെ ഇതിലൂടെ കണക്റ്റഡാണ്. അത് ഇത്രയും വർഷം 2023 ജൂൺ 9 ഞാൻ സ്ഥലം മാറ്റം മാറിപ്പോയി. ഞാൻ ഇത്രയും വർഷം എടുത്തു, 4 വർഷത്തിനടുത്ത് അവനെ പോണേ ഇത് പറയാനായിട്ട്. അതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് എൻ്റെ ഈ വീടിൻ്റെ പണിയും കൂടിയും അതിൽ ഇൻക്ലൂഡിങ്ങാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വീടിൻ്റെ പണി കട്ടള വയ്ക്കുന്ന അന്നാണ് ഈ സ്ഥലം മാറിപ്പോണേ. അതിന് മുമ്പാണ് ഞാൻ ലോൺ പാസ്സായിട്ട് ഞാൻ കൈപ്പറ്റാണ്ടിരിക്കുന്നത്. ഈ വീട് പണി സ്ഥലം മാറ്റത്തിൽ നമുക്ക് ഇൻക്ലൂഡിങ് ആണ്. അപ്പോൾ അതിൻ്റെ കാര്യം കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ സ്ഥലം മാറി നമുക്ക് വീട് പണി ആരംഭിക്കാം. വീട് പണി കയ്യിലുള്ള കാശും കുറച്ച് ഗാർഹിക ലോണാണ്. അപ്പോൾ നമുക്ക് കുറച്ച് എമൗണ്ട് ഒരു ഫസ്റ്റ് തരുള്ളൂ, ബാക്കിയുള്ളത് നമ്മൾ കയ്യിൽ നിന്നെടുത്ത് ചെയ്യണം. അങ്ങനെ ചെയ്ത് പോയി. ഇടയിൽ വെച്ച് മുടങ്ങിയപ്പോൾ വീണ്ടും വീട് പണി മുടങ്ങിയപ്പോൾ തമ്പുരാൻ തന്നെ പല വഴിക്കൂടെ സ്വർണം പണയം വെച്ചും അല്ലാതെയും ആ സമയത്ത് പറഞ്ഞില്ലേ, ഈ ഗഗായി 2:7 പറഞ്ഞ പോലെ ജനതകളെ ഞാൻ കുലുക്കും, എല്ലാ ജനതയിലും അമൂല്യ നിധി കൊണ്ട് വരും. സ്വർണ്ണത്തിന് തീ പിടിച്ച പോലെയായി. നമ്മൾ പണയം വയ്ക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ നമുക്ക് കിട്ടാൻ തുടങ്ങി. അതൊക്കെ ദൈവത്തിൻ്റെ ഓരോ വഴികളാണ്. ആ വഴികളിൽ കൂടെ നമ്മൾ വീണ്ടും വീട് പണി ആരംഭിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. വീണ്ടും മുടങ്ങിയെങ്കിലും നമുക്ക് കുഴപ്പമില്ല. കാരണം ദൈവം അതിൻ്റെ വഴികൾ ഒരുക്കും. ആ ഒരു കുറി ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നു. ആ കുറി വിളിക്കാനായിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾക്ക് പോയി. അപ്പോൾ കുറി വിളിച്ചാലും അതും ഒരു നറുക്കെടുപ്പിലൂടെ നമുക്ക് കിട്ടുള്ളൂ. കുറേ ആൾക്കാർ വിളിക്കാണ്ട്. അതിൽ വിളിക്കുന്ന ആൾക്കാരെ നറുക്കിട്ടിട്ട് ആർക്ക് കിട്ടിയോ ആർക്ക് കിട്ടുള്ളൂ. 3.5 ലക്ഷം രൂപയാണ് 5 ലക്ഷത്തിൻ്റെ. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു 5 ലക്ഷത്തിൻ്റെ കുറിയാണ്, നമുക്ക് ഏകദേശം ഒരു 1.5 ലക്ഷത്തോളം നമുക്ക് നഷ്ടമുണ്ട്. പക്ഷെ അത് കിട്ടുകയാണെങ്കിൽ, നറുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് വലിയ ഉപകാരമാണ്. ഞാൻ വീണ്ടും ദൈവത്തോട് ചോദിച്ചു, എനിക്ക് നറുക്ക് കിട്ടിയ കാര്യം. കാരണം ഈ കുറി ചേരാൻ എന്നോട് പറയുന്നതും തമ്പുരാൻ തന്നെയാണ്. അപ്പം എനിക്ക് നീ പറഞ്ഞ പോലെയാണ് ഞാൻ അതൊക്കെ ചെയ്തതാണ്. എനിക്ക് എന്തായാലും കാശ് കിട്ടിയേ പറ്റൂ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഡിസംബർ മാസം 24 ഈ വിളിച്ചു പറയുന്നത്, 2024 ഡിസംബർ മാസം ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥൻ വിളിച്ച് പറയണം, നിനക്ക് നറുക്ക് കിട്ടിയിട്ടുണ്ട്, 4.25 ലക്ഷം രൂപയാണ് നിനക്ക് കിട്ടാൻ പോണത്, 3.5 ലക്ഷമല്ല. അപ്പോൾ എൻ്റെ ആവശ്യം കണ്ടറിഞ്ഞ ദൈവം വീണ്ടും അവിടെ പ്രവർത്തിക്കുകയാണ്. നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് തോന്നും നമുക്കൊരു യോഗ്യതയോ കാര്യങ്ങളില്ല. നമുക്ക് യോഗ്യതയൊന്നുമില്ല. പക്ഷേ യോഗ്യതയുള്ളവർ നമ്മുടെ കൂടെയുണ്ട്. അതിൻ്റെ കർത്താവ് യേശു മിശിഹാ, അവൻ്റെ യോഗ്യത വെച്ച് ഞാൻ ചോദിക്കണേ. എനിക്ക് ചോദിക്കാൻ അത് മാത്രമേ ഉള്ളൂ. പിതാവായ ദൈവത്തോട് എനിക്ക് വേണ്ടി പാടുപെട്ട് മരിച്ച കർത്താവിൻ്റെ യോഗ്യത വെച്ചിട്ടാണ് ഞാൻ ചോദിക്കണേ. എനിക്കതുള്ളൂ. ആ യോഗ്യത വെച്ച് ചോദിച്ചാൽ പിതാവ് തള്ളില്ല, ഉറപ്പാണ്. നിങ്ങളൊക്കെ അതൊക്കെ ചോദിക്കണം. നമുക്ക് പല പ്രാവശ്യം നമുക്ക് തെറ്റ് വരുന്നത് നമുക്ക് ആരുടെ യോഗ്യത വെച്ച് പ്രാർത്ഥിക്കണം എന്നറിയില്ല. ഇതൊക്കെ നമുക്ക് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരണം. ഓരോരോ ടൈമിൽ നീ ഇങ്ങനെ തന്നെ വേണം പ്രാർത്ഥിക്കാനായിട്ട്, അല്ലെങ്കിൽ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലമില്ല. കാരണം എന്താ, മനുഷ്യനായി പിറന്ന ആർക്കും ഈ യോഗ്യതകളില്ല. യോഗ്യത ഒരുത്തനുള്ള മനുഷ്യനിൽ പിറന്നത്, അത് കർത്താവിന് മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ യോഗ്യത വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ ഓരോരോ കാര്യങ്ങളും നേടുന്നത് അങ്ങനെയാണ്. കാരണം ഇത് പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ ആത്മാവാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാണ്ട് നമുക്ക് വേറെ ആരും പറഞ്ഞു തരുന്നതല്ല. ഓരോ ടൈമിൽ ഞാൻ കൊമ്പെത്തിക്കുമ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളും എൻ്റെ കൊമ്പെത്തിക്കുന്ന ടൈമിൽ ഞാൻ മാതാവിനോടും കർത്താവിനോടും ഞാൻ ചർച്ചയ്ക്ക് വയ്ക്കും. ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന ആവശ്യങ്ങളുണ്ട്, എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ പോകണം എന്ന് ഞാൻ ചോദിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് പറഞ്ഞു തന്ന് അതേ പ്രകാരമാണ് നമ്മൾ പോകുന്നത്. അതുപോലെ വീടിൻ്റെ പണി അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇടവക പള്ളി 14 വർഷം മുടങ്ങി കിടക്കുന്ന ഇടവക പള്ളി, കേസും കൂട്ടൊക്കെ ആയിട്ട് കിടക്കുന്ന പള്ളി, അതും ഞാൻ ഇവിടെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ അതിൻ്റെ പണിയും ആ വർഷം 2024 ജൂലൈ മാസം പുനരാരംഭിച്ച് അത് ഈ 2025 സെപ്റ്റംബർ 27 അതിൻ്റെ കൂദാശകർമ്മം നടത്തി. അതിൽ ആദ്യത്തെ ദിവ്യബലിയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തന്നു തമ്പുരാൻ. മുടങ്ങി കിടക്കുന്ന ഒരു ദേവാലയത്തിൻ്റെ ഒരു പണിയുടെ കാര്യം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. കാരണം കുറേ കേസും കൂട്ടൊക്കെ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ അതിലും തമ്പുരാൻ അനുഗ്രഹിക്കണം. ആ വർഷം തന്നെ 2025 കഴിഞ്ഞ വർഷം ഡിസംബർ 31 എൻ്റെ വീടിൻ്റെ എല്ലാ പണികളും പൂർത്തിയാക്കി. ഒരു പണിങ്ങി ബാക്കിയില്ല, എല്ലാ പണിയും പൂർത്തിയാക്കി. അതിൽ
പേരക്കുറ്റിശ പരവഞ്ചിരിപ്പ് നടത്തി ഞങ്ങൾ താമസിക്കണം. ഇത്രയും വർഷം, അതായത് ഏകദേശം ഒരു 4 വർഷത്തിൻ്റെ ഇടയിൽ ഈ ഒരു 6 മാസം ഒഴിച്ചു നിർത്തിയ ബാക്കി ഒരു 3-3.5 വർഷത്തിൻ്റെ ഇടയിൽ നടന്ന കാര്യങ്ങൾ, നടത്തിയ വഴികൾ, ആ വഴിക്കാണ് കർത്താവിന് നന്ദി പറയണേ. ഓരോ കാര്യങ്ങളും നമ്മൾ പറയും, സങ്കീർത്തനം 40:17 പറയുന്ന പോലെ ഞാൻ പാവപ്പെട്ടനും ഞാൻ ദരിദ്രനും പാവപ്പെട്ടനുമാണ്, എങ്കിലും കർത്താവിന് എന്നെ പ്രതി ഒരു കരുതലുണ്ട്. എൻ്റെ സഹായകനും വിമോചകനുമാണ്. കർത്താവിന് എന്നെ പ്രതി കരുതലുണ്ട്. ആ കരുതലാണ് ഞാൻ തൊട്ടറിഞ്ഞത്. ആ കരുതൽ നിങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമുക്ക് ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും നന്മയ്ക്കായി ദൈവം പരിണമിക്കും. അംഗവൈകല്യം ബാധിച്ച് ഞാൻ പഴയ ചെറുപ്പകാലത്ത് കുറേ വിഷമിച്ചിരുന്നു. ആ അംഗവൈകല്യം മൂലം വെച്ചാൽ ഞാൻ സ്ഥലം മാറ്റത്തിനുള്ള അപേക്ഷ വെച്ചിരുന്നത്. ദൈവം പണ്ടേ നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ കാലക്കൂട്ടി തന്നെ ദൈവം നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ശരിയാക്കി. ആ സമയം, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. കാത്തിരിപ്പ് അതൊരു വലിയൊരു ഘടകമാണ്. നിരാശയും കാര്യങ്ങളും പിശാച് നമ്മളെ വഴി തെറ്റിക്കാൻ കുറേയൊക്കെ ശ്രമിക്കും. പക്ഷേ നമ്മൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും കർത്താവിനോട് ചേർന്ന് നിന്ന് തന്നെ പോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ കർത്താവ് മാത്രമേ നമുക്ക് വഴികാട്ടിയും നമ്മുടെ കൂടപ്പിറപ്പും രക്ഷകനുമായിട്ടുള്ളൂ. വേറെ ആരുമില്ല. കർത്താവിനോട് ചേർന്ന് തന്നെ നിൽക്കണം. മാതാവ് വഴിയായിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് പ്രാർത്ഥിക്കാം. ഓരോ കാരണവശാലും ആ അപേക്ഷകളൊന്നും നടക്കാതെ വരില്ല. എങ്ങനെ പോയാലും മാതാവ് നടത്തി തരും. കാരണം അതിൽ കല്യാണ വിരുന്നിൽ മാതാവിൻ്റെ മധ്യസ്ഥം പോലെയാണ് ആദ്യത്തെ അത്ഭുതം നടക്കണേ. അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളൂ. ഇത്രയൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്ന നമ്മൾ തൊട്ടറിഞ്ഞ വഴികൾ. ഞാൻ ഈ പറയണ പോലെ അല്ല. അതുപോലെ നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്ക് പത്രം, അതുപോലെ കാരുണ്യ പ്രവൃത്തികൾ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അപേക്ഷകളൊക്കെ ഞാൻ സമർപ്പിക്കുമ്പോൾ ഇവിടുന്ന് തന്ന തൈലം, ആ തൈലം വെച്ചിട്ട് നമ്മൾ അതിൽ കുരിശ് വരച്ച് അപേക്ഷ വയ്ക്കും. കാശ് രൂപം വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ പത്രങ്ങൾ ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ വീട്ടിലത്തെ ഈ കൊച്ചുമക്കളും ഒഴിച്ച് ബാക്കി എൻ്റെ അമ്മയ്ക്ക് കുറച്ച് പ്രായമായിട്ടുള്ള ആളാണ്, അമ്മയും ഭാര്യയും ഞങ്ങളെല്ലാവരും കൂടിയാണ് വിതരണം ചെയ്യുക. കഴിയുന്നതും നമ്മൾ കർത്താവിനെ അറിയാത്ത മക്കളിലേക്ക് തന്നെ അത് എത്തിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ചില ആശുപത്രികളൊക്കെ നമ്മൾ പണ്ട് കൊടുത്തിരുന്നത്, ചില ആശുപത്രികളൊക്കെ, ഞാൻ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന എന്നോട് പറയുന്നതാണ്, ഇതൊക്കെ വായിച്ചിട്ട് പിന്നെ അവിടെ ഇട്ടിട്ട് പോകും. പിന്നെ ഈ പത്രം കീറി അവർ ആവശ്യമില്ലാതെ വല്ല ഛർദിൽ തുടയ്ക്കാൻ അതിനൊക്കെ എടുക്കുക. അത് കണ്ടെനിക്ക് വിഷമമായിട്ട് ഞാൻ തന്നെ പത്രങ്ങൾ കുറേ വാരി അവിടുന്ന് വായിച്ചു കഴിഞ്ഞ പത്രങ്ങൾ ചിലപ്പോൾ ഓരോ ഏടുകളൊക്കെ ആയിരിക്കുക, അതൊക്കെ ഞാൻ വാരി എടുത്ത് എൻ്റെ കയ്യിൽ വയ്ക്കും. കാരണം അത് അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പത്രമല്ല, അത് ഈശോനെ കുറിച്ച് 4 പേര് അറിയാനുള്ള പത്രമാണ്. അപ്പോൾ അത് ആ രീതിയിൽ ഞാൻ കണ്ട് അത് കൊടുത്തിരുന്നത്. അതുപോലെ കാരുണ്യ പ്രവൃത്തികൾ നമുക്ക് തുടക്കം തൊട്ടതുണ്ട്, ഞാൻ ഇവിടെ വരേണ്ട മുമ്പുണ്ട്. പക്ഷേ കുറേയൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കില്ല. കാരണം അതൊന്നും എൻ്റെ അല്ല, കർത്താവ് ഞാനൊരു ഉപകരണത്തോടുകൂടി ചെയ്യുന്നതാണ്. ഞാൻ വെറും അതിലൊരു ഉപകരണം മാത്രമാണ്. കാരണം എൻ്റേതെന്ന് പറയാൻ എനിക്കില്ല. തമ്പുരാൻ തന്ന ധനത്തിൻ്റെ ഒരു വിഹിതം ആർക്കെങ്കിലുമൊക്കെ ദൈവം പറയണ പോലെ ഞാൻ കൊടുത്തിരുന്നു. എല്ലാം ഓടി നടന്ന് ചെയ്യല. ചില തൃശ്ശൂർ ജില്ലയിലെ പുല്ലഴികൾ മാനസിക ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കുക, അവർക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുക, കഴിയുന്ന ഉപകാരം ചെയ്യുക. ഇതൊക്കെയാണ് നമ്മളുടെ കാരുണ്യ പ്രവൃത്തികൾ. അതുപോലെ അനാഥരെ കണ്ടുമുട്ടുക. ഈ തൃശ്ശൂർ പുത്തമ്പള്ളിയിൽ ഞാൻ മാസം തോറും ചില അവിടെ ആൾക്കാരിൽ ഈശോയെ എന്ന് വിളിച്ച് വെച്ചിരിക്കുന്ന ആ സ്ഥലത്ത് പോയി ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ട് എനിക്ക് വളരെ. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ വഴിവെക്കിൽ ഇരുന്നിട്ട് ഭിക്ഷ എടുക്കുന്ന സഹോദരന്മാരെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവർക്കൊക്കെ ഒരു പൊതിച്ചോറ്, അവിടെ മാനന്തണ്ഡൻ എന്ന് പറയുന്നത് ഞാനാണ്. ഞാൻ എന്ത് കഴിക്കണോ അതാണ് അവർക്ക് കൊടുക്കണം. ഞാൻ ബിരിയാണി കഴിക്കാൻ ബിരിയാണി അവർക്ക് വാങ്ങിച്ചു കൊടുക്കണം. കാരണം എൻ്റെ അളവ് കോലും ഞാനാണ്, അത് തന്നെ അവരും. അപ്പോൾ അത് അങ്ങനെയാണ് ഞാൻ കരുതി അവർക്ക് കൊടുത്തിരുന്നത്. ഇങ്ങനെ കാരുണ്യ പ്രവൃത്തികൾ ഒത്തിരി ഒന്നും പറയാൻ എനിക്ക് ഇഷ്ടമല്ല. കാരണം വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്നൊരു നിലപാടാണ്. ചില പ്രവൃത്തികൾ ഞാൻ ചെയ്യാൻ മറ്റുള്ളവർ അറിയാണ്ടിരിക്കാൻ വേണ്ടി വേറെ ആൾക്കാരെ കയ്യിൽ കൊടുത്ത് ഇന്ന ആൾക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യിപ്പിക്കും. വിൻസെൻ്റ് പോൾ സംഘടന വഴിയായിട്ടാണ് ഏറ്റവും കൂടുതൽ ഞാൻ അങ്ങനെ ചെയ്യുക, ചില കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണ ഒരു ഇതാണ്. കാരണം നമ്മളുടെ അല്ല, നമ്മൾ വെറും ഒരു ഉപകരണം മാത്രമെന്ന് ചിന്തിക്കുന്നതാണ്. ഒരു ഉപകരണം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഉപകരണമല്ല. ഞാൻ എന്നെ സ്വയം വിശേഷിപ്പിക്കുക ചീഞ്ഞളിഞ്ഞ സാധനങ്ങൾ എടുക്കാൻ പോകണ ഒരു ഉപകരണം. അതാണ് ഇതിനെക്കുറിച്ച് ഞാൻ പറയാം. കർത്താവിന് നന്ദി പറയണം ഞാൻ. ഒപ്പം എനിക്ക് വേണ്ടി ഇടപെട്ട മാതാവിന് നന്ദി പറയണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 4-ാം തിരുവചനം. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. രാജേഷ് എന്ന ഈ സഹോദരൻ
വളരെ കാത്തിരിപ്പിൻ്റെ ഒരു സാക്ഷ്യമാണ്, പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവിടെ ഏറ്റുപറഞ്ഞത്. ഈശോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുടുംബമാണ് രാജേഷ്, റീന മക്കളോടൊപ്പം വന്ന് അൾത്താരയിൽ വന്ന് വളരെ സന്തോഷത്തോടു കൂടി, വളരെ ഈശോയെ സ്നേഹിക്കുന്നതിൻ്റെ ആത്മാഭിമാനത്തോടു കൂടി അവർ പറയുന്നത്. ജീവിതഭാരം കുറച്ച് നൽകുന്ന, നമ്മുടെ എല്ലാ സഹനങ്ങളെയും ഈശോ ഏറ്റെടുക്കുന്ന, അതിനുവേണ്ടി ജാമ്യം നിൽക്കുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഈ മകൻ വളരെയധികം, വളരെ ആത്മാഭിമാനത്തോടെ, വളരെ ആത്മാർത്ഥതയോടെ, വളരെ സന്തോഷത്തോടെ ഇവിടെ ഏറ്റുപറയുകയാണ്. ആരോഗ്യവകുപ്പിലെ ഒരു ജീവനക്കാരനാണ് രാജേഷ്. അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായ സ്ഥലം മാറ്റത്തിന് വേണ്ടി ഒരു അപേക്ഷ പരിശുദ്ധ അമ്മയോട് വയ്ക്കുകയാണ്. എനിക്കിവിടെ നിന്നൊരു, എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടിൽ നിന്ന് എനിക്കൊരു മാറ്റം നൽകണം. ആ ഒരു വിശ്വസ്തതയെ, എന്തുമാത്രം ഈ വിശ്വാസത്തിന് വിശ്വസ്തതയുണ്ടോ എന്ന് മാറ്റുരച്ചു നോക്കിയ ഒരു ഉടമ്പടി സാക്ഷ്യമാണ് അദ്ദേഹം ഇവിടെ ഏറ്റുപറഞ്ഞത്. എത്ര തന്നെ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഈശോയുടെ സ്നേഹമുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവ് നമുക്ക് എപ്പോഴും കാണിച്ചു കൊടുക്കേണ്ടി വരും. ഏതൊരു കേസിനായാലും ഒരു എവിഡൻസ് വേണം. അദ്ദേഹം പറയുന്നു, എനിക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി ഒരാളെ പരിശുദ്ധ അമ്മ അവിടേക്ക് എത്തിക്കുകയായിരുന്നു. ഈശോ തന്നെ എനിക്ക് വേണ്ടി നിലകൊണ്ട് എൻ്റെ ജോലി യഥാസ്ഥാനപ്പെടുത്തി. ഇന്ന് ഞാനൊരു ഗവൺമെൻറ് ജോലിക്കാരനാണ്. നമുക്ക് വേണ്ടി ജാമ്യം നിൽക്കും. നമുക്ക് എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകളോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ജാമ്യം കിട്ടുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൃപാസനത്തിൻ്റെ സംസ്കാരം ഒരു മടിയൻ ഉടമ്പടിയിൽ താഴ്മയെ തൃക്കൺ പാർക്കുകയാണ്, ഒരു സ്റ്റാറ്റസ് ലോ ചെയ്യുകയാണ്. ഇതാണ് അദ്ദേഹം ഇവിടെ ചെയ്തത്. എനിക്ക് സാധ്യമല്ല, ഞാനൊന്നുമല്ല, എനിക്ക് വേണ്ടി അങ്ങ് തന്നെ നിലകൊള്ളണം. ഒരുപാട് ഡെഫിനിഷൻസാണ് അദ്ദേഹം ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞത്. ഉടമ്പടി എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം പ്രായോഗികമാണ്. ഈ കടമ്പകൾ കടക്കാൻ, എൻ്റെ വാഗ്ദത്തം പ്രാപിക്കാൻ ഞാൻ എന്തെല്ലാം കടമ്പകൾ കടന്നു എന്നെല്ലാം അദ്ദേഹം വളരെ വ്യക്തമായി പറയുകയായിരുന്നു. കൊറിന്തോസ്കാർക്ക് എഴുതിയ 1 ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നത് പോലെ, മേഘത്തിലൂടെയും തീഗോളത്തിലൂടെയും കടന്നു പോകുമ്പോൾ അവർ സ്നാനപ്പെടുന്നു എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊരു സ്നാനം തന്നെ വേണ്ടി വന്നു. അതുപോലെ തന്നെ അവരുടെ വീട് പണിയായാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയായാലും മകൻ്റെ വിജയം, ഇങ്ങനെ അവരുടെ കുടുംബത്തിലുള്ള ഐക്യം, പ്രാർത്ഥനാ ജീവിതം വളരെ വ്യക്തതയോടുകൂടിയാണ് അദ്ദേഹം ഉടമ്പടി ചെയ്ത് ജീവിക്കുന്നത്. ഈശോ നമുക്ക് വാഗ്ദാനം നൽകുന്നു, അവിടുന്ന് അത് പൂർത്തീകരിക്കും. ദൈവം നമ്മോട് യേശയ്യായുടെ പ്രവാചനം പറയുന്നത് പോലെ, കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല. അവിടുന്ന് നീ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. നാം എങ്ങനെയൊക്കെ എത്രയെല്ലാം കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോഴും അദ്ദേഹം വചനത്തിൽ അധിഷ്ഠിതമായ ഒരു വചനമഴ പെയ്ച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ സാക്ഷ്യം പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ നാം ഇരുകൈ അറിയാതെ നൽകുന്ന കാരുണ്യ പ്രവൃത്തികൾ നിറച്ചളന്ന് അമർത്തിക്കുലുക്കി നിൻ്റെ മടിയിലേക്ക് അവിടുന്ന് നമുക്ക് ഇട്ടുതരും. ഇതിൻ്റെ കൂടി ഒരു വലിയ സാധ്യതകളുടെ സാക്ഷ്യമാണ്. രാജേഷിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറഞ്ഞ് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾ